സ്വതന്ത്ര സ്ഥാനാർത്ഥി പരീക്ഷണം ഇക്കുറിയും CPIM ആവർത്തിക്കുമോ എന്നാണ് നിലമ്പൂർ ഉറ്റുനോക്കുന്നത്. UDF സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമാകും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. അൻവർ പോയെങ്കിലും മണ്ഡലം നിലനിർത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് LDF. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ക്വാർട്ടർ ഫൈനലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. മുഖ്യമന്ത്രിയുമായി കൊമ്പുകോർത്ത് മുന്നണി വിട്ട അൻവറിന് ശക്തി തെളിയിക്കാനുള്ള ഏക അവസരം. അതിനാൽ CPIMന് ഇത് അഭിമാന പോരാട്ടം. കോൺഗ്രസ് കുത്തക പൊളിച്ചത് പാർട്ടിയുടെ പ്രവർത്തനത്തിന്റെ ഫലമായാണ്. സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ മികവല്ല എന്ന് തെളിയിക്കാൻ CPMന് നിലമ്പൂരിൽ ജയിച്ചേ തീരൂ. മലപ്പുറം DYFI ജില്ലാ പ്രസിഡന്റ് P. ഷബീർ, വഴിക്കടവ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷൊറോണ റോയ്, KPCC മുൻ നിർവാഹക സമിതി അംഗവും സ്വതന്ത്രനുമായ M. തോമസ് മാത്യു എന്നിവരുടെ പേരുകളാണ് മണ്ഡലത്തിൽ ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സ്വരാജ് നിലമ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി താഴെ തലം വരെയുള്ള കമ്മിറ്റികളുടെ പ്രവർത്തനം വളരെ സജീവമായി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും പ്രവർത്തനം നടന്നു വരികയും ചെയ്യുകയാണ്. ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിൽ തിളക്കമാർന്ന ഒരു മുന്നേറ്റത്തിന് കുതിപ്പിന് സാധ്യതയുള്ള ഒരേ ഒരു മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മാത്രമാണ്. മലപ്പുറം ജില്ലാ രൂപീകരണത്തിന് ശേഷം CPM ചിഹ്നത്തിൽ മത്സരിച്ച ആരും നിലമ്പൂരിൽ ജയിച്ചിട്ടില്ല. 1967 K. കുഞ്ഞാലിയാണ് CPM ചിഹ്നത്തിൽ ഒടുവിൽ മത്സരിച്ച് ജയിച്ചത്. 2016 PV അൻവറിലൂടെ മണ്ഡലം ഇടതുപക്ഷം തിരിച്ചുപിടിച്ചു. സ്വന്തം നിലയിൽ വിജയിക്കാനാവില്ലെന്ന തിരിച്ചറിവാണ് പൊതു സ്വീകാര്യരെ പാർട്ടി അന്ന് പരീക്ഷിച്ചത്. ഉപതെരഞ്ഞെടുപ്പുണ്ടാകുമെന്ന സാഹചര്യം മുന്നിൽ കണ്ട് മാസങ്ങൾക്ക് മുൻപേ പാർട്ടി ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 24 മലപ്പുറം.